ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് ഒരു ഭൂവുടമ ചെയ്യേണ്ടത് എന്തൊക്കെ എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുകയാണ്. ശ്രദ്ധിച്ച് മുഴുവനായിട്ടും കേൾക്കുക. സാധിക്കും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവും ചെയ്തു വെച്ചോളൂ. കാരണം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ഈ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഹായ്, ഞാൻ ഡിജിറ്റൽ റീസർവേ എന്ന വിഷയത്തെക്കുറിച്ച് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ മുതൽ പലരും ഓഫീസ് നമ്പറിലേക്ക് വിളിക്കുകയും വാട്സപ്പ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഭൂവുടമകളായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് പറഞ്ഞു തരോ എന്നുള്ളതാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ട് ഭൂവുടമകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മുഴുവനായിട്ട് കേൾക്കുക. സാധിക്കുന്നവർ ഈ വീഡിയോ യൂട്യൂബിൽ തന്നെ സേവ് ചെയ്തിടുക. കാരണം സർവേ ആരംഭിക്കാത്ത പ്രദേശങ്ങളാണെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തും 2026 മുൻപായിട്ട് എപ്പോൾ വേണേലും സർവേ ആരംഭിച്ചേക്കാം. ആ സമയത്ത് നിങ്ങൾക്കിത് ആവശ്യം വരും. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതിൽ ആദ്യത്തേത് ലാൻഡ് പാഴ്സൽ എന്നുള്ള ഒരു വാക്കാണ്. ഒരു തണ്ടപ്പേർ നമ്പറിലുള്ള ഒരു വസ്തു അഥവാ ഭൂമി, അതിനെയാണ് ലാൻഡ് പാഴ്സൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ ഭൂവുടമകളുടെയും ഓരോ വസ്തുവിലും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡ് പാഴ്സലിലും സർവേ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് സർവേ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ ഡിജിറ്റൽ റീസർവേ എന്ന് പറയുന്നത്. ഇതിനു മുൻപ് വിദേശ രാജ്യങ്ങളിൽ അടക്കം ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ പൊതുജനങ്ങളായ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആവലാതി അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥലത്തൊക്കെ ഇത് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിയും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നാട്ടിലില്ലാത്തവർക്കായിരിക്കും ഈ ഒരു ഭയം ഉണ്ടാവുക. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് പരമാവധി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് പരാതികൾ നിശേഷം ഇല്ലാത്ത രീതിയിൽ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനായിട്ട് സർവേ ആരംഭിക്കുന്ന വിവരം, സർവേ നടത്തുന്ന ദിവസങ്ങൾ, സർവേ പൂർത്തിയായ വിവരം, പരിശോധനകൾക്കായിട്ട് ഭൂരേഖകൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലം, അങ്ങനെ ഈ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട ഓരോ പ്രധാന ദിവസങ്ങളും സ്ഥലങ്ങളും ഓരോ ഭൂവുടമകളെയും കൃത്യമായി അറിയിക്കും എന്നത് ആദ്യം മനസ്സിലാക്കുക. അതിനായിട്ട് സർക്കാർ സർവേ സഭ, സർവേ ജാഗ്രതാ സമിതി, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്തും. കൂടാതെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രത്യേകം മൊബൈൽ സന്ദേശങ്ങൾ ലഭിക്കും. ഇനി ഇതിലൂടെ ഒന്നും അറിയാൻ സാധ്യതയില്ലാത്തവരാണെങ്കിൽ എൻ്റെ ഭൂമി എന്ന ഓൺലൈൻ പോർട്ടലിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അറിയാതിരിക്കും എന്നുള്ള ഭയം തീർന്നല്ലോ. ഇനി അടുത്തത് ഡിജിറ്റൽ റീസർവേ എന്നും പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥർ എന്താ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. അതായത് എന്താണ് നടപടിക്രമങ്ങൾ എന്നുള്ളത്. അവരാദ്യം ചെയ്യുന്നത് ഒരു വില്ലേജിലെ സർവേ ആരംഭിക്കുന്ന വിവരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. അതോടെ നടപടികൾക്ക് തുടക്കമാവും. അതിനുശേഷം ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കും. അതായത് ഭൂമി സംബന്ധിച്ചുള്ള പഴയ രേഖകൾ പല ഓഫീസുകളിലായിട്ട് ഉണ്ടാവുമല്ലോ. അവ ശേഖരിച്ച് എൻ്റെ ഭൂമി എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. അതിനുശേഷമാണ് വാർഡ് തല സർവേ സഭകൾ വിളിച്ചു ചേർത്തുള്ള വിശദീകരണം. അതിൽ നമുക്ക് ബോധവൽക്കരണവും തരും. ഒപ്പം സർക്കാർ ഭൂമി പുനർനിർണയിച്ച് അവ നിലനിർത്തും. അതിനുശേഷം ഭൂവുടമകളുടെ പേരും ഭൂമിയുടെ വിസ്തീർണവും ഒക്കെ സ്ഥിരീകരിക്കും. എന്നിട്ട് നമ്മുടെ വസ്തുവിലേക്ക് നേരിട്ട് വന്ന് ഫീൽഡ് സർവേയും നടത്തും. ആ സമയത്ത് ഭൂവുടമയുടെ ഫോൺ നമ്പർ, ഭൂരേഖയുമായി ബന്ധിപ്പിക്കൽ, സ്ഥലത്തിന്റെ വിസ്തീർണം, അളവ് എന്നിവയൊക്കെ ഭൂവുടമയെ ബോധ്യപ്പെടുത്തൽ തുടങ്ങിയവയൊക്കെ നടത്തും. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഭൂമിയുടെ ഫീൽഡ് സർവേ നടക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ തയ്യാറാക്കുന്ന രേഖകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രദർശിപ്പിക്കും. അതായത് ആ തയ്യാറാക്കിയ രേഖകളിൽ നമുക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ബോധിപ്പിക്കാം. അതിന് വളരെ വേഗത്തിലുള്ള പരിഹാരവും ഉദ്യോഗസ്ഥർ നമുക്ക് നടത്തിത്തരും. അതിനുശേഷമാണ് സെക്ഷൻ 13 പ്രകാരം ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് സർവേയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അപ്പോൾ നമുക്കുള്ള ആക്ഷേപങ്ങൾ, പരാതികൾ ഇതെല്ലാം ഉദ്യോഗസ്ഥരെ ബോധിപ്പിച്ച് ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുൻപ് പരിഹാരം കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പിന്നാലെ നടക്കൽ അതൊരു ചടങ്ങായിരിക്കും. പിന്നെ ഈ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ റവന്യൂ രേഖകളിൽ ഇത് പ്രാബല്യത്തിലാകും. അതായത് പിന്നെ ഇതായിരിക്കും രേഖ എന്ന് സാരം. ഇനി ഭൂവുടമകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ സർവേ സഭകളിലും
മറ്റെന്ത് യോഗങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് ഉദ്യോഗസ്ഥർ വിളിച്ചാലും അതിലെല്ലാം പരമാവധി പങ്കെടുക്കുക. രണ്ടാമതായിട്ട് നമ്മളെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഉദ്യോഗസ്ഥരെ രേഖാമൂലം അറിയിക്കലാണ്. അതിന് പ്രത്യേകം കത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പകരം എൻ്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്താൽ മതി. ഒപ്പം നമ്മുടെ ഭൂമിയുടെ രേഖകൾ, റവന്യൂ രേഖകൾ ഇതുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി അഥവാ ഇല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട രേഖകൾ സഹിതം പോർട്ടലിലൂടെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. മൂന്നാമതായിട്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളും സമർപ്പിക്കണം. ഇതോടെ ഒരു ഘട്ടം കഴിയും. അടുത്തത് നേരിട്ടുള്ള സർവേ നടക്കുമ്പോഴുള്ള നമ്മളുടെ സഹകരണമാണ്. അപ്പോൾ നാലാമതായിട്ട് ഉദ്യോഗസ്ഥർക്ക് സർവേക്കുള്ള സൗകര്യമൊരുക്കലാണ്. അതായത് ഭൂമിയിൽ അതിർത്തിക്കല്ലുകളൊന്നും ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുൻപ് തന്നെ അതൊക്കെ സ്ഥാപിക്കണം. പിന്നെ അഞ്ചാമതായിട്ട് നേരിട്ടുള്ള സർവേ നടക്കുന്ന സമയത്തുള്ള നമ്മുടെ സാന്നിധ്യമാണ്. ഇനി സർവേ സമയത്ത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, അതായത് വിദേശത്തോ ജോലി സ്ഥലത്തോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്താം. അതിന് ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കത്ത് പകരക്കാരന്റെ കയ്യിൽ കൊടുത്താൽ വളരെ നല്ലത്. പിന്നെ നമ്മുടെ സ്ഥലത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തിയായിരിക്കണം ആ പകരക്കാരൻ എന്ന് പറയുന്നത്. കാരണം ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ഭൂമിയുടെ ഓരോ ബെൻഡ് പോയിന്റുകളും കാണിച്ചു കൊടുക്കാൻ അയാൾക്ക് സാധിക്കണം. ഒപ്പം ഓരോ പാഴ്സലുകളും പ്രത്യേകം സർവേ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഒപ്പം സർവേ ഉദ്യോഗസ്ഥർ നേരിട്ടുള്ള സർവേ സമയത്ത് തന്നെ ഭൂ ഉടമയുടെ പേരും ഭൂമിയുടെ വിസ്തീർണവും ഒക്കെ നമ്മളെ കാണിക്കും. അതൊക്കെ ശരിയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. പിന്നെ നേരിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ നമ്പർ വസ്തുവുമായിട്ട് ബന്ധിപ്പിക്കും. അതിന് നമ്മുടെ ഫോണിൽ ഒരു OTP വരും. ഉദ്യോഗസ്ഥർക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ആ OTP കൂടി നമ്മൾ കൊടുക്കണം. ഇതോടെ നേരിട്ടുള്ള സർവേ സമയത്തുള്ള നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി സർവേ പൂർത്തിയായി കഴിയുമ്പോൾ ആ രേഖകൾ പ്രദർശിപ്പിക്കും. അപ്പോൾ അത് നമ്മൾ നേരിട്ട് പോയി പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം ഇതിനിടയ്ക്ക് അതും സമയം കിട്ടുമ്പോൾ എൻ്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടലിൽ നമ്മളുടെ ആ ഒരു ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് കൂടി വരുത്തി കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ഫ്രീ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഭൂ ഉടമയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്നു. ഇനി ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതികളുണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത്.